ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമിയ മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോണബിൾ ഫണ്ട് തിയറി ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ തിയറി എന്താണ് എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മൾ മാക്രോ ഇക്കണോമിക്സ് എടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇക്കണോമിക്സ് എടുക്കുമ്പോഴേക്കും ഒക്കെ തന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ് ലോണബിൾ ഫണ്ട് തിയറി ഓഫ് ഇൻട്രസ്റ്റ് എന്നത്. ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബേസിക് ആസ്പെക്ട് എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എടുക്കുമ്പോൾ ഇൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എങ്ങനെയാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിനേഷൻ നടക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ലോണബിൾ ഫണ്ട് തിയറി ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആസ് പെർ ദിസ് തിയറി ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് നമുക്കുള്ളത്, ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഉള്ളത്. ഒന്ന് സപ്ലൈ ആസ്പെക്റ്റും അടുത്തത് ഡിമാൻഡ് ആസ്പെക്റ്റും. അപ്പൊ എന്താണ് ഈ സപ്ലൈ ആസ്പെക്ട്? സപ്ലൈ ആസ്പെക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സപ്ലൈ ഓഫ് ലോണബിൾ ഫണ്ട്സ്. സപ്ലൈ ഓഫ് ലോണബിൾ ഫണ്ട്. ആൻഡ് ഡിമാൻഡ് ആസ്പെക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട്. അപ്പൊ എന്താണ് ഈ ലോണബിൾ ഫണ്ട്? ലോണബിൾ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോൺ ആയിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുന്ന ആ ഒരു ഫണ്ട്, ആ ഒരു എമൗണ്ട്. ആ ഒരു ഫണ്ട് എടുക്കുമ്പോൾ അതിൽ എത്രമാത്രം എമൗണ്ട് ഉണ്ടാകും. ഈ എമൗണ്ടിൽ, അതായത് ഈ ഒരു ലോൺ എമൗണ്ട് അല്ലെങ്കിൽ ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ ലോൺ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട്, അതായത് ലോൺ കൊടുക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ ലോൺ വാങ്ങുന്ന എമൗണ്ട്, ഇതിനെ എങ്ങനെയാണ് ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ലോണബിൾ ഫണ്ട് തിയറി ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് കീ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട് എന്താണെന്ന്, സപ്ലൈ ഓഫ് ലോണബിൾ ഫണ്ട് എന്താണെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്കത് നോക്കിയിട്ട് വരാം. അപ്പൊ ആദ്യമേ തന്നെ എന്താണ് ഈ സപ്ലൈ ഓഫ് ലോണബിൾ ഫണ്ട്? സപ്ലൈ ഓഫ് ലോണബിൾ ഫണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് സേവിങ്സ് ആണ്. ഒരു ഇക്കോണമിയുടെ ടോട്ടൽ സേവിങ്സ്. എത്രമാത്രം ടോട്ടൽ സേവിങ്സ് ആണ് ലെൻഡേഴ്സ് ലെൻഡ് ചെയ്യാനായിട്ട് വില്ലിങ് ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, നമ്മുടെ ഇൻകം എന്ന് പറയുമ്പോൾ ആ ഇൻകത്തിനെ നമ്മൾ രണ്ട് രീതിയിൽ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നു. ഒന്ന് കൺസംഷൻ, അടുത്തത് സേവിങ്. അപ്പോൾ Y is equal to C+S എന്ന് എഴുതാം. Y stands for ഇൻകം, C കൺസംഷനെ കാണിക്കുന്നു ആൻഡ് S stands for സേവിങ്. അപ്പോ ഒരുപാട് കാശ് ഉള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സേവിങ് കൂടുതലായിരിക്കും. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് സേവിങ്ങും ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോ നമ്മളിവിടെ കാണിക്കുന്നത് സേവിങ്ങിന്റെ എത്രമാത്രം പോർഷൻ ലെൻഡേഴ്സ് ലെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും സേവിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലെൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും അവിടെ കൂടുന്നുണ്ട്. ലെൻഡിങ് കപ്പാസിറ്റി, ആക്ച്വൽ ലെൻഡിങ് അല്ല, കപ്പാസിറ്റിയും അവിടെ കൂടുന്നുണ്ട് അല്ലെ? അപ്പോ നമ്മൾ നോക്കേണ്ടത് ആരാണ് ഈ ലെൻഡിങ് നടത്തുന്നത്. ലെൻഡിങ് നടത്തുന്ന ആൾക്കാർ അവരുടെ കയ്യിൽ എക്സസ് ഫണ്ട് ഉള്ളവരായിരിക്കും. എക്സസ് ഫണ്ട്, അതായത് അവരുടെ ആവശ്യം കഴിഞ്ഞു, അവർക്ക് ഇൻകം കിട്ടുന്നുണ്ട്, അവരുടെ കൺസംഷൻ റിക്വയർമെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ സേവ് ചെയ്യുന്നു. ആ സേവിങ്ങിൽ നിന്നും കുറച്ച് പോർഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ ആ സേവിങ് മൊത്തത്തിൽ തന്നെ അവര് ലെൻഡ് ചെയ്യുകയാണ്. അപ്പോ ഇത് ചിലപ്പോ ഇൻഡിവിജ്വൽസ് ആയിരിക്കാം, ബിസിനസ്മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഗവൺമെന്റ് ആയിരിക്കാം.
ഇവരുടെ കയ്യിലൊക്കെ തന്നെ എക്സ്ട്രാ ക്യാഷ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇൻഡിവിജ്വൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇൻകം കൂടുന്നതനുസരിച്ചിട്ട് അവർക്ക് സേവിങ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവർ അത്രയും സേവിങ്സ് ബാങ്കിൽ കൊണ്ട് ഇട്ടേക്കും. ആൻഡ് വാട്ട് അബൌട്ട് ബിസിനസ്മാൻ? ഇവർക്ക് പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് ഇവരുടെ സേവിങ്സും കൂടാൻ ചാൻസ് ഉണ്ട്. അത്രയും ക്യാഷ് ഡെപ്പോസിറ്റ്സ് അവർക്ക് ബാങ്കിൽ കാണും. ആൻഡ് ദ സെയിം വിത്ത് ഗവൺമെന്റിനും കൂടുതൽ കാശ് കയ്യിലുണ്ടെങ്കിൽ ഗവൺമെന്റ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ആൻഡ് സെൻട്രൽ ബാങ്കിലാണ് ഗവൺമെന്റ് ഡെപ്പോസിറ്റ്സ് നടക്കുന്നത് മോസ്റ്റ്ലി. അപ്പൊ ഇത്രയും കാശ് ആസ് എ റിസൾട്ട് ഓഫ് ഇവരുടെ ഹൈ സേവിങ്സ് നമുക്ക് ലെൻഡിങ്ങിനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇവരുടെയൊക്കെ സേവിങ് കൂടുന്നു എന്ന് വെച്ചാൽ, സേവിങ് ഇവരുടെ എല്ലാം കൂടുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ലെൻഡിങ് ഇസ് ഓൾസോ ഇൻക്രീസിങ്. ഇനി ഇതാണ് സപ്ലൈ എലമെന്റ് ഓഫ് ലോണബിൾ ഫണ്ട്. ഇനി അടുത്ത നമ്മൾ ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട് എന്താണെന്ന് നോക്കണം. ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് കാശില്ലാത്ത കാറ്റഗറിയുടെ കേസാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട കാശുള്ള ആൾക്കാരുടെ കേസാണ്. അവർക്ക് കുറച്ച് എക്സസ് ക്യാഷ് അവരുടെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് അവർ സേവ് ചെയ്യുന്നത്. അതാണ് ലെൻഡിങ്ങിന് സഹായിക്കുന്നത്, അതായത് കടം കൊടുക്കാനായിട്ട് സഹായിക്കുന്നത്. ഇനി ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആൾക്കാർക്ക് ലാക്ക് ഓഫ് ഇനഫ് മണിയാണ്. ആൾക്കാരുടെ കയ്യിൽ കാശില്ല. അത് ചിലപ്പം ഇൻഡിവിജ്വൽ ആവാം, ബിസിനസ്മാൻ ആവാം, ഗവൺമെന്റ് ആവാം. അപ്പം ഇൻഡിവിജ്വലിന്റെ കയ്യിൽ കാശില്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യും? ബാങ്കിൽ പോയി ലോൺ എടുക്കും. അഗൈൻ ബിസിനസ് നടത്താനായിട്ട് ബിസിനസ്മാന്റെ കയ്യിൽ കാശില്ല, അദ്ദേഹവും ബാങ്കിൽ പോയി ലോൺ എടുക്കാം. ഗവൺമെന്റ് കയ്യിൽ കാശില്ലെങ്കിൽ എന്താ? ഗവൺമെന്റിനും RBIയിൽ നിന്നും, ഇൻ ദ കേസ് ഓഫ് ഇന്ത്യ RBIയിൽ നിന്നും കടമെടുക്കാം. അപ്പോ ഇവിടെ നമ്മൾ കാണിക്കുന്നത് ബോറോവേഴ്സിന്റെ പെർസ്പെക്റ്റീവ് ആണ്. ആരാണോ കടം എടുക്കുന്നത് അവരാണ് ബോറോവേഴ്സ്. എത്രമാത്രം എമൗണ്ട് ആണ് ഇവര് ബോറോ ചെയ്യാനായിട്ട് വില്ലിങ് ആയിട്ടുള്ളത്? എന്തിനാണ് ഇവർ ബോറോ ചെയ്യുന്നത്? ഇവർ ബോറോ ചെയ്യുമ്പോൾ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ചിലപ്പോൾ കൺസംഷന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിൽ തന്നെ വലിയ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് ഒക്കെ നടത്താനായിട്ട് ആയിരിക്കാം ബോറോ ചെയ്യുന്നത്. ബിസിനസ്മാൻ ആണെങ്കിൽ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ആയിരിക്കാം. അപ്പോ വാട്ട് എവർ ബി ദ റീസൺ, കാശ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുന്നത്. അപ്പോ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും കുറഞ്ഞിരുന്നാൽ, as far as borrowers are concerned, ബോറോവേഴ്സിനെ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ ആൾക്കാർ ലോൺ എടുക്കാൻ വരുന്നതിന്റെ എണ്ണം കൂടും. സോ ലോൺസ് അവിടെ കൂടുന്നു. കാരണം ആൾക്കാർ വിചാരിക്കും ഇപ്പൊ ഞാൻ പോയി ലോൺ എടുത്താൽ ബാങ്ക് വളരെ കുറച്ച് എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നത്, സോ എനിക്ക് ലോസ് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പോയി ലോൺ എടുക്കണം. ഇപ്പൊ ലോണിന്റെ ഒരു സപ്ലൈ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ rather than സപ്ലൈ, ലോണിന്റെ ഒരു ഡിമാൻഡ് നമ്മൾ നോക്കുമ്പോൾ, കാരണം നമ്മൾ ഇവിടെ ഡിമാൻഡ് ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ലോണിന്റെ ഡിമാൻഡ് അവിടെ നോക്കുമ്പോൾ ലോൺ കൂടും. പ്രൈസ് കുറഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ കമ്മോഡിറ്റി മാർക്കറ്റിൽ പോയാൽ കൂടുതൽ സാധനം വാങ്ങും എന്നുള്ള അവസ്ഥ പോലെ തന്നെ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ എമൗണ്ട് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ പേർ ബാങ്കിൽ വന്ന് ലോൺ എടുക്കാനോ ഉള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ ഇത് സെയിം ഒരു എലമെന്റ് തന്നെ, ഒരു സെയിം ലോജിക്ക് തന്നെയാണ് നമുക്ക് കൺസ്യൂമേഴ്സിന്റെ കേസിനും ബിസിനസ്മാന്റെ കേസിനും ആസ് വെൽ ആസ് ഗവൺമെന്റിന്റെ കേസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. എല്ലാവർക്കും, ആരാണോ ലോൺ എടുക്കുന്നത്, എല്ലാ കൈൻഡ് ഓഫ് ബോറോവേഴ്സിനും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. എന്നാൽ മാത്രമേ കൂടുതൽ എമൗണ്ട് ലോൺ എടുക്കാനും തോന്നുള്ളൂ, അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർക്ക് വന്ന് ലോൺ എടുക്കാനും തോന്നുള്ളൂ. ഇനി കംസ് ദ റോൾ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ നമ്മൾ ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട് എന്താണെന്ന് മനസ്സിലാക്കി, സപ്ലൈ ഓഫ് ലോണബിൾ ഫണ്ട് എന്താണെന്ന് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിന് എങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റ് മെക്കാനിസത്തിൽ നമ്മൾ ഡിമാൻഡും സപ്ലൈയും വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗ്രാഫിക്കൽ അനാലിസിസിലോട്ട് പോവാം. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാം, അതേപോലെ വൈ ആക്സിസിൽ പ്രൈസ് എടുക്കാം. അപ്പൊ പ്രൈസ് ഓഫ് ലോണബിൾ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്, ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഇനി
നമുക്ക് നേരത്തെ കണ്ടതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബോറോ ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരും. ഇത് കാരണമാണ് നമ്മുടെ ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട് തിയറി അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് ഡിമാൻഡ് കർവ് ആണ്. ആൻഡ് സപ്ലൈ ഓഫ് ലോണബിൾ ഫണ്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി സ്ലോപ്ഡ് കർവ് ആണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കുമ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ കാശ് കൂടുതലുള്ള ആൾക്കാർക്ക് അവിടെ ലെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. കാരണം അവർ വിചാരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കുന്നു, സോ ഞാനിപ്പോ കൂടുതൽ ലെൻഡിങ് നടത്തുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു ഡിമാൻഡ് സപ്ലൈ മെക്കാനിസം നമുക്ക് കാണാൻ പറ്റുന്നത് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ. അപ്പോ നമ്മൾ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് നോക്കേണ്ടത്. ഡിമാൻഡ് കർവിന്റെയും സപ്ലൈ കർവിന്റെയും ഇന്റർസെക്ഷൻ പോയിന്റ് എടുക്കുക. ഇതാണ് ലോണബിൾ ഫണ്ട് എലമെന്റ് അല്ലെങ്കിൽ ലോണബിൾ ഫണ്ട് മാർക്കറ്റിന്റെ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോ ഈ ഇക്വിലിബ്രിയം പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് എത്രമാത്രം ക്വാണ്ടിറ്റി ആണ് ലെൻഡ് ചെയ്യുന്നതെന്നും ബോറോ ചെയ്യുന്നതെന്നും അറിയാൻ പറ്റും. ഇവിടെ ക്യൂ അല്ലെങ്കിൽ OQ ക്വാണ്ടിറ്റി ബോറോ ചെയ്യപ്പെടുന്നു, ലെൻഡ് ചെയ്യപ്പെടുന്നു. ആൻഡ് വാട്ട് അബൌട്ട് ഇൻട്രസ്റ്റ് റേറ്റ്? ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യം എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് റേറ്റ് I എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ആണ് ഈ OQ എന്ന് പറയുന്ന അല്ലെങ്കിൽ OI എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഇത്ര മാത്രം ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഇത്ര മാത്രം ക്വാണ്ടിറ്റി അവിടെ ലെൻഡ് ചെയ്യപ്പെടുന്നത്, ബോറോ ചെയ്യപ്പെടുന്നത്. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു മെക്കാനിസം, ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ മെക്കാനിസം. ലോണബിൾ ഫണ്ട് തിയറി പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള തിയറിയാണ്. ജസ്റ്റ് വളരെ കുറച്ച് ടെക്നിക്കൽ ആസ്പെക്ട്സ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ, കുറച്ച് ജാർഗൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ പറഞ്ഞു പ്രൈസ് ഓഫ് ബോറോയിങ് മണിയാണ്. അപ്പൊ നമ്മൾ മണി മാർക്കറ്റിലും ഒരു പ്രൈസ് ഉണ്ട്. മണി നമ്മൾ ഇവിടെ ഒരു ഗുഡ് ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമോഡിറ്റി ആയിട്ടാണ് കാണുന്നത്. നമ്മളൊരു കമോഡിറ്റി മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ അവിടെ നമ്മൾ കാശ് കൊടുത്തിട്ടാണ് സാധനം വാങ്ങുന്നത്. സെയിം റൂൾ അപ്ലൈസ് ഇൻ ദ മണി മാർക്കറ്റ് ആസ് വെൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആസ് വെൽ. നമ്മൾ അവിടെ പോയിട്ട് വാങ്ങുന്ന കാര്യം ഇപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ലോൺസിനെ പറ്റിയിട്ടാണ്. സോ ലോൺ വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പൈസ അല്ലെങ്കിൽ കാശ് അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ലോണബിൾ ഫണ്ട് തിയറിയെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിമാൻഡിനെയും സപ്ലൈയെയും, ലോണബിൾ ഫണ്ട് എന്നുള്ള ആസ്പെക്ടിന്റെ ഡിമാൻഡിനെയും സപ്ലൈയെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ സേവിങ് റേറ്റ്. സേവിങ് റേറ്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്, നമ്മൾ എത്ര മാത്രമാണ് സേവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ സേവ് ചെയ്താൽ എന്ത് സംഭവിക്കും? എന്റെ കയ്യിൽ കൂടുതൽ കാശുണ്ട്, അപ്പൊ ഞാൻ കൂടുതൽ എന്റെ കൂടുതൽ കാശ് എന്റെ ഡെപ്പോസിറ്റിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ ബാങ്കിൽ എന്റെ ഡെപ്പോസിറ്റ് എടുത്ത് നോക്കിയാൽ കൂടുതൽ കാശുണ്ട് എന്നുള്ള ഒരു അവസ്ഥയാണ് എന്ന് വിചാരിക്കുക. അപ്പോ ഈ ഒരു സേവിങ് ഹയർ സേവിങ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ബാങ്കിന് അത്രയും കാശ് തന്നെ ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? അല്ലെങ്കിൽ എന്റെ കയ്യിൽ തന്നെ കൂടുതൽ കാശുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് അത് ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് ലെൻഡിങ് കൂട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതാണ് സപ്ലൈ ഓഫ് ലോണബിൾ ഫണ്ട് കൂട്ടുന്നത്. സപ്ലൈ ഓഫ് ലോണബിൾ ഫണ്ട് കൂട്ടുന്ന പാരാമീറ്റർ ഇതാണ്, ഒരു വേരിയബിൾ ഇതാണ്. അടുത്തതാണ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ ഗവൺമെന്റ് നമുക്ക് ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ തരുന്നു എന്ന് വിചാരിക്കാം. ആരാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് അവർക്ക് ടാക്സ് ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്ററിന് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് അദ്ദേഹം മാർക്കറ്റിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും, ഓക്കെ, ദിസ് ഇസ് എ ഗുഡ് എൻവയോൺമെന്റ്, ഒരു ഫേവറബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഗവൺമെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ എനിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം, എനിക്കൊരു ന്യൂ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കാശില്ല. ടാക്സ് ബെനിഫിറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ അഡ്വാൻറ്റേജ് ആണ്, പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ കാശില്ല ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ബാങ്കിൽ പോകുന്നു, ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുന്നു. സോ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ്, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫേവറബിൾ ക്ലൈമറ്റ് ഗവൺമെന്റ് സെറ്റ് ചെയ്യുമ്പോൾ അത് ആൾക്കാരെ കൂടുതൽ ഡിമാൻഡിലേക്ക് നയിക്കുന്നു. ഡിമാൻഡ് ഫോർ ലോൺ അവിടെ കൂട്ടുന്നു. ഒരുപാട്
കാശ് ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ബാങ്കിൽ വന്ന് ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇവിടെ ഉണ്ടാകും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് ഇവിടെ കൂടുന്നു, പക്ഷെ സപ്ലൈ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇപ്പോ നമ്മളൊരു കമ്മോഡിറ്റി മാർക്കറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് അവിടെ കൂടുന്നുണ്ട്, പക്ഷെ സപ്ലൈക്ക് പെട്ടെന്ന് കൂടാൻ കഴിയുന്നില്ല. സപ്ലൈ അറ്റ്ലീസ്റ്റ് ഇൻ ദ ഷോർട്ട് റൺ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുകയാണ് എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് പറ്റും? പ്രൈസ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണല്ലോ നമുക്ക് ഇൻഫ്ലേഷൻ സെനാറിയോ വരുന്നത്, ഡിമാൻഡ് പൂൾ ഇൻഫ്ലേഷൻ എന്നുള്ള സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ഇതേ മെക്കാനിസം തന്നെ, ഇതേ ലോജിക്ക് തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ മാർക്കറ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ഗവൺമെന്റ് ബോറോയിങ്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് സപ്പോസ് ചെയ്യാണ് ഗവൺമെന്റ് അവരുടെ ബോറോയിങ് അങ്ങ് ഇൻക്രീസ് ചെയ്തു. ഗവൺമെന്റ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ബോറോ ചെയ്യുന്നത്, പ്രൈവറ്റ് പാർട്ടീസും അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സും ഒക്കെ തന്നെ ബോറോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ബോറോയിങ് ഇൻക്രീസ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതൊരു കോമ്പറ്റീഷൻ ആണ് ഡെഫിനറ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഗവൺമെന്റും പ്രൈവറ്റും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ, ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ്. അപ്പൊ എന്തിനാണ് ഈ കോമ്പറ്റീഷൻ? കോമ്പറ്റീഷൻ ഉള്ളത് ബോറോയിങ്ങിനെയാണ്. ഇപ്പൊ ലോൺസിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. കോമ്പറ്റീഷൻ ഫോർ ലോൺസ്. സോ ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട് അവിടെ കൂടുകയാണ്. അപ്പോ അഗൈൻ ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട് കൂടുന്നു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇഫ് സപ്ലൈ ഇസ് നോട്ട് ഇൻക്രീസിങ്, ഇൻട്രസ്റ്റ് റേറ്റും അവിടെ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ആസ്പെക്ട് ആണ് മാർക്കറ്റ് എഫിഷ്യൻസി. മാർക്കറ്റ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ഈ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട്സും സപ്ലൈ ഓഫ് ലോണബിൾ ഫണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, എസ്പെഷ്യലി ഇക്വിലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെ? ഇനി എപ്പോഴാണോ സപ്ലൈയിലും അതേപോലെ ഡിമാൻഡിലും ചേഞ്ചസ് വരുന്നത്, ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ടിലും സപ്ലൈ ഓഫ് ലോണബിൾ ഫണ്ടിലും ചേഞ്ചസ് വരുന്നത്, ഈ ചേഞ്ചസ് ഡെഫിനറ്റ് ആയിട്ടും ഇൻട്രസ്റ്റ് റേറ്റിൽ റിഫ്ലക്ട് ചെയ്യും. ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ഡിമാൻഡിലോ സപ്ലൈയിലോ വരപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് മാർക്കറ്റിന്റെ എഫിഷ്യന്റ് മെക്കാനിസം ആണ്. അതല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഒരുപാട് സമയം എടുത്ത് ലാഗ് ചെയ്തിട്ടൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് മാർക്കറ്റിന്റെ ഇൻഎഫിഷ്യൻസി സിറ്റുവേഷൻ ആണ്. സോ ഇങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് എഫിഷ്യൻസി ആസ്പെക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ലോണബിൾ ഫണ്ട് തിയറി എന്താണെന്ന് മനസ്സിലാക്കി, അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കുന്നത് ഇംപ്ലിക്കേഷൻ ഫോർ ലോണബിൾ ഫണ്ട് തിയറി ആണ്. ഇംപ്ലിക്കേഷൻസ് ഓഫ് ലോണബിൾ ഫണ്ട് തിയറി. അതായത് ഇവിടെ ഡിമാൻഡിലും സപ്ലൈയിലും മാറ്റം വരുന്നതനുസരിച്ച് ഡെഫിനറ്റ് ആയിട്ടും മോണിറ്ററി പോളിസിയിൽ മാറ്റം വരും. അതായത് സെൻട്രൽ ബാങ്ക് എടുക്കുന്ന പോളിസിയിൽ മാറ്റം വരും. ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ പോളിസിയിൽ മാറ്റം വരും. ആൾക്കാരുടെ സേവിങ് ബിഹേവിയറിൽ മാറ്റം വരാം. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന് മാറ്റം വരാം. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റം വന്നാലും ഡെഫിനറ്റ് ആയിട്ടും ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ടിനെയോ സപ്ലൈ ഓഫ് ലോണബിൾ ഫണ്ടിനെയോ ഒക്കെ തന്നെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി ഇക്കോണമിസ്റ്റും പോളിസി മേക്കേഴ്സും ഒക്കെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് പല ഡിസിഷൻസും എടുക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണെങ്കിലും പോളിസി റിലേറ്റഡ് ഡിസിഷൻസ് ആണെങ്കിലും അതുപോലെ കൺസംഷൻ റിലേറ്റഡ് ഡിസിഷൻസ് ആണെങ്കിലും അതേപോലെ മറ്റ് പല ഡിസിഷൻസ് ആണെങ്കിലും ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോണബിൾ ഫണ്ട് തിയറി ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് ലഭ്യമാണ്. അതുപോലെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ്, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്, അതുപോലെ ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റും അവിടെ കിട്ടും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ജസ്റ്റ്
click on to that. അടുത്തത് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാം. അതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഡിസ്കഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആൻഡ് പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.